ജറിൽ ഇപ്പോൾ മറ്റൊരു ഭാഗത്തേക്ക് അവർ നീങ്ങുകയാണ്. രണ്ടാമത്തെ പോയിന്റ്, അതായത് നേരത്തെ ഈശ്വർ മാൽപേ സ്റ്റിയറിംഗ് കണ്ടെത്തി എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വീണ്ടും എത്തുകയാണ്. അതിൻ്റെ വിവരങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ദീപക് മലയമ്മ തുടരുന്നുണ്ട്. ദീപക് മലയമ്മ, ഇപ്പോൾ പുഴയുടെ തീരത്ത് നിന്ന് കുറച്ച് മാറി സ്റ്റിയറിംഗ് കണ്ടെത്തി എന്ന് പറയുന്ന ഭാഗം ഈ കടയുടെ അവിടെ നിന്ന് കുറച്ചുകൂടി മാറിയാണ്. അവിടെയുള്ള തെരച്ചിലാണോ ഇനി നടത്തുക? അതെ, അതായത് ആദ്യഘട്ടത്തിൽ പ്രഥമ പരിഗണന നൽകിയിരുന്നത് ഈ ഗംഗാവലി നദിയിൽ ടയറിൻ്റെ ഭാഗം കണ്ടെത്തി എന്ന് പറയുന്ന പ്രദേശത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സ്റ്റിയറിങ്ങും ഒപ്പം തന്നെ ചെറിയ ലോഹഭാഗങ്ങളും ക്ലച്ചിൻ്റെ ഭാഗങ്ങളുമൊക്കെ കണ്ടെത്തിയെന്ന് മാൽപേ സ്ഥിരീകരിച്ച അടുത്ത പോയിന്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധനകൾ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടെ ഡ്രഡ്ജർ എത്തിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ നേരത്തെ ഉണ്ടായതിന് സമാനമായി അല്പസമയത്തിനകം തന്നെ ഇവിടെ ഡ്രഡ്ജർ നങ്കൂരമിട്ട് കഴിഞ്ഞാൽ പിന്നീട് മാൽപേ കൃത്യമായി അവിടെ മുങ്ങാങ്കുഴിയിട്ട് അദ്ദേഹം ആ ഒരു ഭൂമിയിൽ നിന്ന് റോപ്പ് പൂർണ്ണമായും ഘടിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ അത് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഈ കണ്ടെത്തി എന്ന് പറയുന്ന ട്രക്കിൻ്റെയോ അല്ലെങ്കിൽ മറ്റേത് വാഹനത്തിൻ്റെയാണോ അതിൻ്റെ സ്റ്റിയറിംഗ് പാർട്ടിലേക്ക് കൂടി കണക്ട് ചെയ്യേണ്ടതുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് വരുന്ന ഒരു ഇരുമ്പ് വടം ഘടിപ്പിക്കേണ്ടതുണ്ട്. അത് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഉയർത്തുന്ന നടപടിയിലേക്കാണ് അടുത്തത് പോകേണ്ടത്. സുജയ, ഇതിലെടുത്ത് പറയേണ്ട കാര്യം, ഇത്രയും സമയം നമ്മൾ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരുന്നത്. കാരണം ഇതുവരെ കിട്ടാത്ത ഒരു സൂചനയായിരുന്നു വാഹനത്തിൻ്റെ ഭാഗം ഇന്ന പ്രദേശത്തുണ്ട് എന്നുള്ളത്. അത് അത്തരത്തിൽ സൂചന വന്നു. അതിനുശേഷം അത് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ വന്നു. അപ്പോഴും ഈശ്വർ മാൽപേ അത് ട്രക്കിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു. പക്ഷേ അത് അർജുൻ്റെ ട്രക്കാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗമാണോ എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത വരുത്താൻ കഴിയില്ല എന്നുള്ള നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. അത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അപ്പോഴും പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അത് അർജുൻ്റെ ട്രക്ക് തന്നെ ആയിരിക്കാം എന്നുള്ളതായിരുന്നു. അത്തരം പ്രതീക്ഷകൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷകൾക്ക് താൽക്കാലികമായെങ്കിലും വിരാമമിടേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഉള്ളത് അദ്ദേഹം വീണ്ടും ഡൈവ് നടത്തി നേരത്തെ കൃത്യമായി മാർക്കൊന്നും ചെയ്യാത്ത ഒരു മേഖലയിൽ അദ്ദേഹം ഡൈവ് നടത്തി കണ്ടെത്തിയിരിക്കുന്ന ഒരു സ്റ്റിയറിംഗ് പോർഷനും ഒപ്പം തന്നെ ഒരു ക്ലച്ച് പാട്ടുമാണ്. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് അല്ലെങ്കിൽ അത് ഉയർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. ആ ശ്രമങ്ങൾ കൂടി നടക്കുന്നതോടുകൂടി അത് ഏത് വാഹനത്തിൻ്റേതാണ് എന്നുള്ളൊരു വ്യക്തത വരും. ഇപ്പോൾ അല്പം മുൻപ് നമ്മൾ കണ്ടത്, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് നേരത്തെ ഈ ഒരു ഗംഗാവലി നദിയിൽ ഒഴുകി നടന്നിരുന്ന ആ ഒരു ക്യാപ്സ്യൂൾ ടാങ്കറിന്റെ ഇവിടെ എനിക്ക് ഇപ്പോൾ ഇതുവരെ നമുക്ക് കിട്ടിയ സാധനങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ അത് കാണുമ്പോൾ ഈ മറ്റൊരു വാഹനം അവിടെ പല ഭാഗങ്ങളായി വിഘടിച്ച് കിടക്കുന്നുണ്ട്. അതെങ്ങനെ സംഭവിച്ചതാകും? ഇപ്പോൾ ഒരു 2 ടയറും ആക്സിലും ചേരുന്ന ഭാഗം അതൊരു പഴയ ലോറിയുടേതാണ്. ഒരു ടാങ്കർ ലോറിയുടെ ആ ബുള്ളറ്റ് ഭാഗം മാത്രമാണ് ഒഴുകി നീങ്ങുന്നത്. അത് കുറേ മാറിയാണ് ആ ബുള്ളറ്റ് ഭാഗം പിടിച്ചെടുക്കാൻ സാധിച്ചത്. പിന്നെ ആ ടാങ്കർ ലോറിയുടെ കമ്പനിയോ HP കമ്പനിയോ ആരും അതിൻ്റെ ബാക്കി ഭാഗങ്ങൾക്കായി തിരയാനൊന്നും വരുന്നതും കാണുന്നില്ല. ഇപ്പോൾ കിട്ടുന്നത് അതിൻ്റെ പാർട്ടായിട്ടുള്ള ഭാഗങ്ങളാണ്. എന്തായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാകുക? ആ വാഹനം തെറിച്ച് വീണതാണോ? അതായത് വെള്ളത്തിലേക്ക് പതിക്കുന്നതിനപ്പുറം അത് പൊട്ടിത്തകർന്നിട്ടുണ്ടോ? അത് ഈ പൊതുവെ ഈ ക്യാപ്സ്യൂളുകൾ അത് ആ ചേസിൻ്റെ മുകളിലേക്ക് പ്രത്യേകം ഘടിപ്പിക്കുകയാണ് ചെയ്യുക. അതിൻ്റെ ആ ഹുക്കിൽ നിന്ന് അത് പുറത്തേക്ക് വീഴാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അപ്പോൾ ഈ ഒരു മണ്ണിടിച്ചിൽ ഭാഗമായി അത് തെന്നി നീങ്ങുകയും അത് പുറത്തേക്ക് ക്യാപ്സ്യൂൾ മാത്രമായി തെറിച്ചു പോയതാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇത് പൂർണ്ണമായും വലിയ രീതിയിൽ ഒഴുകിയാണ് ഇവിടേക്ക് പതിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തകർന്നു പോകാനുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടയർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ അത് കൃത്യമായി അതിൻ്റെ ചേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ മറ്റ് ഘടിപ്പിച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെ ഉണ്ടാകുമെന്ന് കരുതാൻ സാധ്യമല്ല. പക്ഷേ ക്യാപ്സ്യൂൾ ഒഴുകിപ്പോയത് നമ്മൾ കണ്ടതും അത് മാറ്റി വെച്ചതൊക്കെ കണ്ടതാണ്. ഇതിൽ സുജയ് ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അത് അന്വേഷിച്ചാലും എത്താത്തത് എന്താണ് എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. ആ ചോദ്യത്തിന് ആ വാഹനത്തിൻ്റെ ഉടമ തന്നെയാണോ ഈ ഒരു അപകടത്തിൽ നഷ്ടപ്പെട്ടത് എന്നുള്ളതിനും നമുക്ക് ഉത്തരമില്ല, കൃത്യമായ ഉത്തരം ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ആ വാഹനം പലതരത്തിൽ അത് തകർന്നു പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ മാൽപേ വീണ്ടും നേരത്തെ കണ്ടെത്തിയ ആ വാഹനം കണ്ടെത്തിയ ആ മേഖലയിലേക്ക് അദ്ദേഹം ഡിങ്കി ബോട്ടിൻ്റെ സഹായത്തോടു കൂടി സ്റ്റിയറിങ്ങും ഒപ്പം തന്നെ ക്ലച്ച് പാർട്ടും കണ്ടെത്തിയ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം ദൗത്യം പുനരാരംഭിക്കുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ആ ടയറുകൾ ഉയർത്താനുള്ള ശ്രമം നടത്തി. ആ ടയറുകൾ ഉയർത്തുകയും ചെയ്തു. പക്ഷേ അത് നമുക്ക് അത്ര കണ്ട പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒന്നായില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. മറിച്ച് ഇനിയിപ്പോൾ ഉള്ളത് സ്റ്റിയറിംഗ് പാർട്ടും ക്ലച്ച് ഭാഗവും എന്നുള്ളതാണ്. അതല്പം മുൻപ് മാൽപേയുമായി നമ്മൾ ഇവിടെ നിന്നും സംവദിക്കുമ്പോൾ മാൽപേ പറയുന്നത് അത് ട്രക്കിൻ്റേതാണ് എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അദ്ദേഹം അത് മറ്റേതെങ്കിലും വാഹനത്തിൻ്റേതാകാം, കുറച്ചുകൂടി ചെറിയ വാഹനത്തിൻ്റേതാകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മനാഫ് ഒരു സംശയമുന അവിടെ ഇട്ടുവെച്ചിട്ട് പോയതും. മനാഫ് പറയുന്നത് ഇത് കേവലം ഒരു ട്രക്കോ അല്ലെങ്കിൽ ഒരു
ഭാരത് ബെൻസിൻ്റെ ഒരു മരം കയറ്റി വന്ന ലോറിയോ അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് മറ്റു പല വാഹനങ്ങളും പോയിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് മനാഫ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അത് ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു അപകടം നടന്നിട്ടില്ല, മറ്റു വാഹനങ്ങൾ പോയിട്ടില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടമുള്ളത്. ഇനിയിപ്പോൾ ഈ സ്റ്റിയറിംഗ് കൂടി പുറത്തേക്ക് വരുന്നതോടുകൂടി നമുക്ക് ഒരു വ്യക്തത കൈവരുമെന്നുള്ളതാണ്. കാരണം ഒരു ക്ലച്ച് പാർട്ടും അതിൻ്റെ സ്റ്റിയറിംഗ് പാർട്ടും പൊക്കിയെടുക്കുമ്പോൾ അത് ഈ നേരത്തെ പൊക്കിയെടുത്ത ഗ്യാസ് ടാങ്കറിൻ്റെ ടയറിൽ നിന്ന് നമ്മൾ അനുമാനിക്കുന്ന ആ വാഹനത്തിൻ്റേത് അല്ല എങ്കിൽ പിന്നെയുള്ളൊരു സാധ്യത അത് അർജുൻ്റെ ലോറിയുടേത് ആകാനാണ്. പക്ഷേ അത് അല്ല എന്ന് മൽപെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മറ്റൊരു വാഹനം ഇപ്പോൾ എന്തായാലും ഈ ഡ്രെഡ്ജർ വെസലിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്രെയിൻ ഉപയോഗിച്ച് ടയറും ആക്സിലും ചേരുന്ന ഭാഗം ഉയർത്തിയെടുത്തു. സമാന രീതിയിൽ ഈ സ്റ്റിയറിംഗ് കണ്ടെത്തിയ ഭാഗത്തും ഈ ഈശ്വർ മാൽപയുടെ സഹായത്തോടു കൂടി ആ ഭാഗം ഉയർത്തിയെടുക്കുക, അതിലേക്ക് തന്നെ അടിയന്തരമായി കടക്കുകയല്ലേ. ഇന്ന് തന്നെ അതിലൊരു സ്ഥിരീകരണം വേണം.